അയ്യോ ഞാനവിടെ നിൽക്കിരുന്നിട്ട് ഒരൊറ്റ ഓട്ടോ ആന ഞമ്മേ ഇങ്ങോട്ട് വരെ വരുന്നുണ്ട്. അയ്യോ എന്താ അയ്യോ സത്യം പറഞ്ഞാൽ ആകെ മേടിച്ചിട്ട്. കാരണം 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആനയുടെ പ്രശ്നമുള്ള കാരണം ആൻ്റെ തൊട്ടടുത്തൊക്കെ ഇരുന്ന് ആ ടൈമിൽ അവിടെ ഒരുത്തം പടക്കം പൊട്ടിച്ചു. അതാണ് പ്രശ്നം ഉണ്ടായത്. അതിൽ ആന കിടന്ന് ചാടിയതാണ്. സത്യം ഞാൻ എടുത്തുള്ള കാരണം എനിക്ക് അറിയണോണ്ട് ആന പടക്കം പൊട്ടിച്ചേക്ക് ആന ചാടിയാണ്. ആരെ പൊട്ടിച്ചെന്ന് അറിയില്ല. അവിടുന്ന് ഒരു സൗണ്ട് കേട്ട് അയ്യോ ആന പെട്ടെന്നുണ്ട് എണീച്ച് മുന്നിൽ കയറിയില്ലേ ആകെ പേടിച്ച. ജയൻ്റെ മുന്നിലല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോസ് ആണ്. ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാളിയ റോഡാണ് കേട്ടോ. കാളിയ റോഡ് ഒരു മനോഹരമായിട്ടുള്ള പാടത്തിൻ്റെ നടുവിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കാളിയ റോഡ് നേർച്ചയുടെ വൈകുന്നേരത്തെ പരിപാടി ആട്ടോ. കാളിയ റോഡ് നേർച്ചയെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും തന്നെ അറിയാം. അതായത് പട്ടാമ്പി നേർച്ച പോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നേർച്ചയാണ് നമ്മുടെ കാളിയ റോഡ് നേർച്ച എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് ആനകൾ ഇപ്രാവശ്യം ഉണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെയൊക്കെ കൂടുതൽ പരിപാടി ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത്. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിർത്തിയിട്ടുള്ള വണ്ടികളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വൈകുന്നേരം മുതൽ ഇനി എല്ലാ ടീമുകളുടെയും വരവാണ്. നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇവരിവിടെ എന്നുള്ളതാണ് കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും ഇനിയിപ്പോൾ ഓരോ ടീമുകളായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ പോണ വഴിക്ക് അങ്ങനെ കുറേ ടീമുകളെ കാണും. അങ്ങനെ എടുക്കാനാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എന്തായാലും ഞാൻ അങ്ങനെ പറയാറില്ല, പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ പള്ളിയിലേക്കുള്ള എൻട്രൻസ് ആണ് ആ വഴി. അങ്ങനെ വന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ മറ്റേ ഒരു സംഭവം. എന്തായാലും സമയം ഇപ്പോൾ വൈകുന്നേരം ഒരു ഐ തിങ്ക് 3:52 4 മണി ആവാറായി. സോ ഞാനിപ്പോൾ 4 മണിക്ക് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ലൈവ് പോയിട്ട് ബാക്കി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഒക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേനേ തുടങ്ങുള്ളൂ. നമ്മൾ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിന് ബാക്കിലൊക്കെ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വണ്ടി ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ ഇവിടെ വരുന്നുണ്ടാവില്ല. കാരണം ഇനി ഇവിടുന്ന് വരാൻ പറ്റില്ല. അവിടെ നിന്നൊക്കെ പോലീസ് പിന്നെ തടയുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നതിന്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു കാര്യം ഉറപ്പ് വരുത്തുക. നിങ്ങൾ രാവിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേക്കാം. കാരണം നമ്മൾ രാവിലത്തെ വീഡിയോ കാണാതെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. രാവിലെയും ഈ ആന വന്നിട്ടുള്ള ഗജസ്വീകരണം അതുപോലെ തന്നെ കൊടിയേറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൂടുതലും ആനേൻ്റെയൊക്കെ കൂടുതൽ ഇത്തരത്തിലുള്ള ബോക്സുകളാണ്. മുഴുവനായിട്ട് ഫുള്ള് ഇത്തരത്തിലുള്ള ബോക്സുകളാണ്. അല്ലാതെ ആനകളില്ല എന്നല്ല, ആനകളുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഇങ്ങനത്തെ ബോക്സുകളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ദഫ് പോലത്തെ കുറേ പരിപാടികളും. ഞാൻ രാവിലെ വന്നപ്പോൾ ഞാൻ സാധുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പുതുപ്പള്ളി കേശവൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാ നമ്മുടെ വേറെ ഏതൊക്കെ ആനകൾ കണ്ടിരുന്നു. എനിക്ക് കറക്റ്റ് പാമ്പാടി രാജനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അക്കരമേൽ മോഹനനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആനകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
പെട്ടെന്ന് പടക്കം പൊട്ടിച്ചൊക്കെ പേടിച്ചാണ്. ഇപ്പം റെഡി ആളവിടെ പിടിച്ച് ആന അവിടെ തന്നെ നിർത്തി. നമ്മൾ അത് അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയിരുന്ന നേരത്തെ ഞാൻ പെട്ടെന്ന് എടുത്താണ് വീഡിയോ. ആനതപ്പോൾ സൈലൻ്റ് ആയിട്ട് അപ്പോൾ അവിടെ നിൽക്കുന്നതാണ് സംഭവം. ആന പേടിച്ചതാണ്. ഇത് അവിടെ ഒരു പടക്കം പൊട്ടിച്ചേക്ക് ആകെ പേടിച്ചാണ്. ആ പേടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഓടി വന്ന്. അവിടെ തക്ക സമയത്ത് മറ്റേ പാപ്പ വന്നിട്ട് ഇടപെട്ട കാരണം അവിടെ ഒരു പ്രശ്നമില്ലാതെ ഒഴിവായിട്ടാണ്. കാരണം ആന പേടിച്ചിട്ടാണ്. ആന പേടിച്ചിട്ട് ഓടാൻ നോക്കിയതാണ്. അതിൽ ഓടാൻ നോക്കിയെങ്കിൽ തന്നെ പാപ്പ അവിടെ പിടിച്ച് നിർത്തി. നമ്മളിത് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ അവിടെ സെൻറ്റർക്ക് ഇല്ല കേട്ടോ. ഇപ്പം തന്നെ ബ്ലോക്ക് നോക്കി ഞങ്ങൾ ആ ഒരു തല മുതൽ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പോൾ ആകെ 3 ടീമുകളായിട്ട് വന്നിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ടീമുകൾ വരാനാണ്. സോ ഇപ്പം തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ വണ്ടികളൊക്കെ ഒഴിപ്പിച്ചിട്ട് ബാക്കിയുള്ള ടീമുകൾ ഇപ്പോൾ അങ്ങോട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചല്ല. ഓക്കെ, അവിടെ ഇപ്പോൾ ഞാൻ വരുമ്പോൾ അവിടെ വണ്ടിയിട്ട് വരുന്ന വഴിക്ക് ഒരു ആന കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ അത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ മറ്റേ ബോക്സ് ഉണ്ടല്ലോ, മറ്റേ പാട്ടിൻ്റെ പരിപാടിയായിട്ട് ആ ഒരു സംഭവം അവിടെ നിന്ന് ലൈറ്റ് കടിക്കും നിങ്ങൾക്ക് കാണുണ്ടാവും. ഇവിടെ ഈ നേർച്ചയായിട്ട് വന്നാൽ തോന്നുന്നു ഇവിടെ വസ്ത്ര മഹാത്ഭുതമാണ് മറ്റേ വെലോറിൽ ഡ്രസ്സ് കൊടുക്കില്ല, ആ ഒരു പരിപാടി വന്നിട്ടുണ്ട്. ബ്ലോക്കാണ് സഹിക്കാൻ പറ്റത്.
എങ്ങനെയാ കേട്ടോ ബോക്സിന്റെ ബാക്കിലേക്ക് ചെവി അടിച്ചു പോകുന്ന സൗണ്ട്. നമ്മളിത് ഇവിടെ സെന്ററിൽ പോവാട്ടോ. ഇവിടെ സെന്ററിൽ ഒരുപാട് ടീമുകളുണ്ട്. അവിടുന്ന് ഇപ്പോൾ നമ്മൾ കാണിച്ചെന്നല്ലോ അവിടെ നല്ല ബ്ലോക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോണ വഴിക്കും അവിടെ ഒരുപാട് ടീമുകളുണ്ട് കേട്ടോ. ഓക്കെ, പോണ വഴിക്ക് നമുക്ക് കാണാം.